പ്രതിപക്ഷ നേതാവാകാനായിട്ട് പിണറായി വിജയന് താല്പര്യമില്ല എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതായത് വൃത്തങ്ങളിൽ നിന്നാണ് ഈ വാർത്തകൾ മുഴുവൻ വരുന്നത്. അപ്പോൾ ഇവർ ഉറപ്പിച്ചിട്ടുണ്ടോ? ഒന്ന്, LDF വരില്ല എന്നുള്ളത്. 2, പിണറായി ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നു എന്നുള്ളത്. ഉറപ്പിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിൽ അവസാന നിമിഷം വരെ ജയിക്കണം എന്നുള്ള വാശിയിലാണല്ലോ. യുദ്ധം കഴിയുന്ന നാളുച്ചയോടുകൂടിയാണ്. പക്ഷെ എന്നിരുന്നാലും ഇതിൽ ഇഫും ബട്ടും ചേർന്നാണല്ലോ ഈ സംഗതികളെല്ലാം. അപ്പോൾ ഇഫ് അറ്റ് ഓൾ ഭരണം കിട്ടിയില്ലെങ്കിൽ എന്ത് വേണമെന്ന് നേരത്തെ ആലോചിക്കണം നല്ലതല്ലേ. ആ സമയത്ത് എല്ലാവരും കൂടി വിജയൻ ചേട്ടൻ തന്നെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലേ? അതൊരു തന്ത്രവുമാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാൻ ചാൻസ് കുറവാണ്. കാരണം 2 തവണ മുഖ്യമന്ത്രിയായ ആളാണ്. ക്യാപ്റ്റൻ എന്നുള്ള പേരുമൊക്കെ കിട്ടി. അങ്ങനെ ആ നിലയ്ക്കുള്ളൊരു ഒരു മനുഷ്യന് ഉയരാവുന്നതിനപ്പുറമൊക്കെ ഉയർന്നു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. സാർ, അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കാണ്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയൻ എന്ന് പറയുന്ന CPM-ന്റെ തലയെടുപ്പുള്ള നേതാവ് തന്നെയാണ്. ഒരു പാർട്ടിയെ എങ്ങനെയെല്ലാം കൊണ്ടുപോകാം, അതായത് അവിടെ ഒരു അച്ചടക്കമുണ്ട്. പിണറായി വരുന്ന സമയത്ത് എന്ന് പറയുന്നത് വളരെ കർശനമായ രീതിയിൽ തന്നെയാണ്. അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിൽ ഒരു എന്താ പറയാ, ഇരുമ്പുമറ എന്നൊക്കെ പറയുന്നത് ശരിക്കും പലരും പറഞ്ഞു കേട്ട കാര്യം കൂടിയാണ്. അപ്പോൾ അങ്ങൊരു മുതിർന്ന രാഷ്ട്രീയ ഇത് കൂടിയാണല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അതിനപ്പുറം മറ്റൊരാളെ CPM-ന് കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമോ? വേണ്ടി വന്നാൽ വെക്കണ്ടേ? പിന്നെ ഈ അച്ചടക്കം ഇരുമ്പുമറ എന്നൊക്കെ പറയുന്നത് ആക്ച്വലി എന്താ? ഭയമല്ലേ? ഹിറ്റ്ലർ വരുന്ന ജർമ്മനിയിൽ നല്ല അച്ചടക്കമായിരുന്നു. ഹിറ്റ്ലർ പിണറായി വിജയനായിരുന്നു. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലത്തും ആൾക്കാർക്ക് ഭയമായിരുന്നു. അന്ന് ഞാനൊക്കെ ഉൾപ്പെട്ട വലിയൊരു പ്രസ്ഥാനം അതിനെതിരെ സമരം ചെയ്തു. അതിൻ്റേതായ ധാരണക്കെടുതികളും അക്രമങ്ങളും ടോർച്ചറും വെക്കാൻ അത് വേറൊരു കഥയാണ്. പക്ഷെ സാമാന്യ ജനങ്ങളെ സംബന്ധിച്ച് ഭയം വരുന്നില്ലേ? ഭയമാണ്. പക്ഷെ അങ്ങനെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയമാണെങ്കിൽ പോലും പിണറായിനോട് ഒരടുപ്പം ജനങ്ങൾക്കില്ലേ? എനിക്ക് തോന്നിയിട്ടില്ല. ജനങ്ങൾക്കൊരടുപ്പം അധികമായിട്ടില്ല. CPM-കാർക്ക് പോലും ഇല്ല. പിന്നെ എങ്ങനെ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവും അടുപ്പമൊന്നുമില്ല. പിന്നെ അത് നമ്മളെ ഭരിക്കുന്ന ആള് എന്നുള്ള ഒരിത്. അടുപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം പ്രസംഗിക്കാൻ വരുമ്പോൾ ഒരു പാർട്ടി ഇല്ലാത്ത ആൾക്കാർ തടിച്ചുകൂടി പോവുകയാണെങ്കിൽ അതൊരു അടുപ്പമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിമാർ, ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, ഒരു പ്രധാനമന്ത്രി വരണമെന്ന് പറയുമ്പോൾ ആൾക്കാർ കൂടാറുണ്ട്. അതെന്താ? പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാലുള്ളൊരു കൗതുകമാണത്. ആ പാർട്ടിയിലെ ആളാവണമെന്നില്ല, ചിലപ്പോൾ ഒരു പാർട്ടി ഉണ്ടാവില്ല. പക്ഷെ പിണറായിയുടെ പൊതുയോഗങ്ങളിൽ പാർട്ടി പ്രവർത്തകരല്ലാത്ത ആൾക്കാർ പോകണം ഞാൻ കണ്ടിട്ടില്ല. നേരെ മറിച്ച് EMS-ൻ്റെ പ്രസംഗം ഉണ്ടാവാൻ കല്ലൂർ ബസ് സ്റ്റാൻഡിൽ EMS-ൻ്റെ പ്രസംഗം കേൾക്കാൻ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ആ കാലത്തും സംഘപ്രവർത്തകനാണ്, ആക്റ്റീവായുള്ള സംഘപ്രവർത്തനം, വെറുതെ ഉള്ള ഒരാളല്ല. പക്ഷെ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാനായിട്ട് KG മാരാർ പ്രസംഗിക്കുമ്പോൾ ധാരാളം ആൾക്കാർ വരും. ഇവൻ നായനാർ പ്രസംഗിക്കുമ്പോഴും ധാരാളം ആൾക്കാർ പോയിരുന്നു, ഒരു പാർട്ടിയില്ലാത്തവർ. പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ ആ പാർട്ടിയിൽപ്പെട്ട കാഡേഴ്സ് അല്ലാത്തവർ പോകുന്നതായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ പാർട്ടിയിൽ അച്ചടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പുമറ പോലെ അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് രീതിയിലുള്ള ആളാണ്. എതിർക്കുന്നവന് അവിടെ സ്ഥാനം ഉണ്ടാവില്ല. എതിർപ്പ് പറഞ്ഞ ആളെ അയാളുടെ സ്ഥാനം പോകും. പിന്നെ അയാൾക്ക് പാർട്ടിന് സ്ഥാനം ഉണ്ടാവില്ല, അയാളെ ഇരുത്തി പൊറപ്പിക്കില്ല. TP ചന്ദ്രശേഖരനൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളല്ലേ. കാര്യമായിട്ട് എതിർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പാർട്ടിക്കാരന് സഖാവായാലും പാർട്ടിയുടെ നേതൃത്വത്തിനെ വെല്ലുവിളിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് തെളിയിച്ച സംഭവമല്ലേ TP ചന്ദ്രശേഖരൻ പദം. അപ്പോൾ അത് ഒരു ഭയത്തിൻ്റെ പുറത്തുണ്ടാക്കിയൊരു ഒരു പരിവേഷമാണത്. അതുകൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല എന്ന് വെച്ചുകൊണ്ട് വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ ആർക്കെങ്കിലും വരാമല്ലോ. പുതിയ തലമുറയിലെ പെട്ടിട്ടുള്ള ആരെങ്കിലും വന്നു എന്നിരിക്കട്ടെ, പിന്നീട് പിണറായി വിജയൻ എന്ന് പറയുന്ന പേര് സംസാരിക്കപ്പെടുകയില്ല. അതുണ്ടാവില്ല. ഇപ്പോ അതേസമയം പ്രതിപക്ഷ നേതാവാകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല,
അത് അദ്ദേഹം പറഞ്ഞു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ്. അതാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഭരണം കിട്ടിയാൽ ഉം. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെയായിരിക്കും. അതായിരിക്കുമല്ലോ, അതിന് സംശയമില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ അവശതകൾ അദ്ദേഹം നോക്കുന്നില്ല. അത് പവർ എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ്, സോഴ്സ് ഓഫ് എനർജിയാണ്. സർ, ഒരു സംശയം കൂടി. ഉം. ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന സ്ഥാനം ഉണ്ടല്ലോ, അത് ചെറുതൊന്നുമല്ല. ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ആ പ്രതിപക്ഷമാണ് പലപ്പോഴും ഭരണത്തിലെ പോരായ്മകളെ ചൂണ്ടിക്കാട്ടുന്നത്. നമ്മളെ സംബന്ധിച്ച് രാജ്യത്തിനൊരു കൃത്യമായ പ്രതിപക്ഷ നേതാവ് ഇല്ല. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പോ അദ്ദേഹം തന്നെയാണ് എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അത്രയും മോശമായി കരുതുന്നുണ്ടോ? അത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ. ആ ആള് എത്രത്തോളം ഭരിക്കുന്ന മുന്നണിയെ, ഭരിക്കുന്ന പാർട്ടിയോ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നു. വിഷയം പഠിച്ചിട്ട് വേണം അറ്റാക്ക് ചെയ്യാൻ. പിണറായി വിജയൻ വിഷയങ്ങൾ അങ്ങനെ തറമായിട്ട് പഠിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവതരിപ്പിക്കണ ഞാൻ കേട്ടിട്ടില്ല. ഇനി എൻ്റെ കുറവാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അതൊക്കെ വേറെ ആൾക്കാരല്ലേ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല വളരെ ഇഫക്റ്റീവായുള്ള ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു. LDF ഗവൺമെൻറ്റിൻ്റെ പല തെറ്റായ ചെയ്തികളും പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ആളാണ് പല രൂപത്തിലും. വളരെ ആക്റ്റീവായുള്ള പ്രതിപക്ഷ നേതാവായിരുന്നു. EMS ആക്റ്റീവായുള്ള പ്രതിപക്ഷ നേതാവായിരുന്നു. VS അച്യുതാനന്ദനും മോശമില്ലാത്ത പ്രതിപക്ഷ നേതാവായിരുന്നു. പഠിക്കുന്ന ആൾക്കാരാണ്, സബ്ജക്റ്റ് പഠിക്കുന്നവരാണ്. ഉമ്മൻചാണ്ടി, AK ആന്റണി ഒക്കെ സബ്ജക്റ്റ് പഠിച്ച് അവതരിപ്പിക്കാൻ അങ്ങനത്തെ പ്രതിപക്ഷ നേതാക്കന്മാരായിരുന്നു അവരെല്ലാവരും. ഇദ്ദേഹം അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഇദ്ദേഹത്തിന് ഞാൻ പറയുന്നത് പവർ എന്ന് പറയുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ശരിയാണ്, ക്യാബിനറ്റ് റാങ്ക് ഉണ്ട്, അവർക്കൊരു സെക്രട്ടേറിയറ്റ് ഉണ്ട്. സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ ക്ലർക്ക് സൗകര്യങ്ങൾ, എല്ലാവരും മന്ത്രിക്കുള്ള എല്ലാ സൗകര്യങ്ങളും ആൾക്കാരും സന്നാഹങ്ങളും എല്ലാം ഉണ്ട് പ്രതിപക്ഷ നേതാവിന്. പക്ഷേ പവറില്ലല്ലോ. ഭരിക്കുന്ന പവറും പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഇവരെ കുറ്റം പറയുന്ന രണ്ടും രണ്ടല്ലേ. ഇപ്പോൾ ഒരു ഭരിക്കുന്നൊരു പവർ കിട്ടിക്കഴിഞ്ഞാൽ രോഗങ്ങളൊക്കെ മാറിപ്പോകും. കാരണം ധാരാളം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ രോഗത്തിനെ പറ്റി നമുക്ക് ഇപ്പം നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ. നമ്മളൊന്നും ചെയ്യാനില്ലെന്നുണ്ടെങ്കിൽ ഒരു കോൾഡ് വന്നാൽ നമ്മൾ മൂടി പോയിച്ചിരിക്കും, കിടക്കില്ലേ. അപ്പം നമുക്ക് മൂടി പോയിച്ച് കിടക്കാനായിട്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, സമയമില്ല മൂടി പോയിച്ച് കിടക്കാനായിട്ട്. അപ്പം പവർ ഉണ്ടെങ്കിൽ അസുഖങ്ങൾ മാറിപ്പോകും. പവർ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പവറാണ് പവർ. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഈ ആയുധങ്ങളും സന്നാഹങ്ങളും പോലീസും കാവലും വീടും ഒക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വീടൊക്കെ ഉണ്ട്. കന്റോൺമെൻറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസാണ്. വലിയ വീടാണ്. ക്ലർക്കുണ്ട്, സംഗതിയുണ്ട്, സെക്രട്ടറി ഉണ്ട്, എല്ലാ സൗകര്യമുണ്ട്. ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് എന്തുണ്ടോ അതൊക്കെ ഉണ്ട്. പക്ഷെ അതും മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ വെസ്റ്റ്മിനിസ്റ്റർ പാർലമെൻ്ററി സിസ്റ്റത്തിൽ, UK സിസ്റ്റത്തിലാണ് നമ്മളെ പ്രതിപക്ഷ നേതാവ് ഈസ് ഈക്വൽ ടു പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ പ്രയോഗത്തിൽ വരുമ്പോൾ അങ്ങനെ ആവുന്നില്ലല്ലോ. ഇദ്ദേഹത്തിന് എന്തെങ്കിലും എക്സിക്യൂട്ടീവ് പവർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അദ്ദേഹം വരുന്ന സന്നാഹങ്ങൾ നമുക്കറിയാം. അതെ. പിന്നെ ഈ കറുത്ത വസ്ത്രം അണിഞ്ഞ ആളുകളെ കാണാൻ പാടില്ല. ഇനി എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോയിട്ടുണ്ടെങ്കിലും മൈക്കിന് ആംപ്ലിഫയറിനും വരെ കേസെടുക്കും. ഇതെല്ലാം ഇല്ലാതെയാവുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹം വലിയ പാടാണത്. കാരണം അദ്ദേഹം അങ്ങനെ 10 കൊല്ലം അങ്ങനെ ശീലിച്ചു പോയി. ആ പവറിൻ്റെ എല്ലാ ശീതള ഛായം അനുഭവിച്ചു പോയി. അതുകൊണ്ട് പവറില്ലാത്തതിലായാലും അസംബ്ലിയില്ല. എല്ലാ ദിവസവും പോകണമെന്നില്ലല്ലോ. ഇടയ്ക്ക് അസംബ്ലി പോവുക, കുറച്ച് നേരമൊക്കെ ഇരിക്കുക, എന്നിട്ട് പിന്നത്തെ തലമുറയ്ക്ക് വിട്ടുകൊടുക്കുക. ആരായിരിക്കാം അങ്ങനെയെങ്കിൽ CPM കൺസിഡർ ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാർ? രാജീവ് ഒരു സാധ്യതയുള്ള ആളാണ്, റിയാസ് ഒരു സാധ്യതയുള്ള ആളാണ്. ചിലപ്പോൾ സംഭവിക്കാം അതൊക്കെ. കാരണം ഇദ്ദേഹത്തിന് അദൃശ്യമായ കരങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ. അദൃശ്യമായ കരങ്ങളുണ്ടെങ്കിൽ, ഇദ്ദേഹം ഇല്ലെങ്കിൽ ഒക്കെ ഇഫാണ്. ഭരണം കിട്ടിയില്ലെങ്കിൽ, പിണറായി പ്രതിപക്ഷ നേതാവ് ആയില്ലെങ്കിൽ, ഈ 2 കണ്ടീഷൻ വരുമ്പോഴാണ് ഈ കാര്യം വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ രാജീവിന് സാധ്യതയുണ്ട്.